Hi, hello and welcome back to our channel My Cooking Stories. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈദ് സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് നല്ല റെസിപ്പീസ് ആയിട്ടാണ്. ഒന്നൊരു ബട്ടർസ്കോച്ച് പുഡിങ്ങും പിന്നെ ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൈനാപ്പിൾ സാലഡും. അപ്പോൾ നമുക്ക് ആദ്യം സാലഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മല്ലിയില, അതുപോലെ കുറച്ച് പുതിനയില, ഒരു പച്ചമുളക്, ഇത് കുറച്ച് വിനാഗിരിയാണ്, ഒരു ടേബിൾ സ്പൂൺ എടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ ഷുഗർ, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നമുക്കൊരു ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു പൈനാപ്പിൾ ഇതുപോലെ ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞതാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് പേസ്റ്റ് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സാലഡ്. ഇത് ശരിക്കും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഈ സാലഡിന്. കുറച്ച് സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ളൊരു സാലഡാണിത്. അടുത്ത് നമുക്കിനി ബട്ടർ സ്കോച്ച് പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ കുറച്ച് കാഷ്യൂസ് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ ചൂടായി വരുമ്പോൾ 1/4 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ജസ്റ്റ് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇപ്പം നമുക്ക് കാഷ്യൂസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് ചൂടോടെ തന്നെ നമുക്കൊരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറിലേക്കോ മാറ്റിയിട്ട് തണുക്കാൻ വെക്കാം. അടുത്ത് നമുക്കിനി ഒരു ബട്ടർസ്കോച്ച് സോസ് ഉണ്ടാക്കണം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പാനിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് റെഡിയാക്കാൻ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറായി ഈ ഒരു സോസ് കൺസിസ്റ്റൻസിയിൽ വരും. അപ്പോഴേക്കും നമുക്കൊരു 4 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് നമുക്കിനി ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം കൂടി ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ സോസ് ഇവിടെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റ് ഒന്ന് ഇതുപോലെ ബോയിൽ ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടി വെച്ച കാഷ്യൂസ് കാരമലൈസ് ചെയ്താണ്. ഇത് നമുക്കിനി ഒന്ന് പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ കവർ ചെയ്തിട്ടൊരു റോളർ പിന്ന് കൊണ്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മിക്സി ഇട്ടിട്ട് ഫൈൻ പൗഡറായിട്ട് എടുക്കാം. അടുത്ത് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒരു ബീറ്റർ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇതുപോലൊരു ഫ്ലഫി കൺസിസ്റ്റൻസി ആവുന്ന വരെ ബീറ്റ് ചെയ്യാം. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ബട്ടർസ്കോച്ച് സോസ് ആഡ് ചെയ്യാം. നമുക്ക് ഈ പുഡിംഗ് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. സൈഡൊക്കെ കട്ട് ചെയ്തതാണ്. ഇത് ആദ്യം നമുക്ക് ഈ സോസിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വിപ്പിംഗ് ക്രീമും ഇതുപോലെ വെക്കാം.
ഇനി അവസാനമായിട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഈ കാരമലൈസ്ഡ് കാഷ്യൂം ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർസ്കോച്ച് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു മിനിമം 4 hours എങ്കിലും വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ 2 റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഈദ് മുബാറക്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.